ഓക്കെ, അപ്പൊ എല്ലാവരും ആദ്യമേ അഡ്മിനായിട്ട് ലോഗിൻ ചെയ്തിട്ട് ഡാഷ്ബോർഡിൽ വരിക. ഓക്കെ, ഡാഷ്ബോർഡിൽ സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്റെ കൂടെ ചെയ്തു പോണേ. ഡാഷ്ബോർഡിൽ സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ ടാബിന്റെ അകത്ത് പ്ലഗിൻസ് എന്ന് പറഞ്ഞൊരു ടാബ് കാണും. പ്ലഗിൻസ്, ആ ടാബ് ക്ലിക്ക് ചെയ്യുക. അതില് ഇൻസ്റ്റാൾ പ്ലഗിൻസ്. ഇൻസ്റ്റാൾ പ്ലഗിൻസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. എല്ലാവർക്കും കിട്ടിയോ? അവിടെ ചൂസ് എ ഫയൽ എന്ന് പറയുന്ന ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ചൂസ് എ ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ നിങ്ങളുടെ സിപ്പ് ഫയൽ സേവ് ചെയ്തിട്ടിട്ടില്ലേ? അപ്പൊ അവിടെ ആ സിപ്പ് ഫയൽ ചൂസ് ചെയ്യണം. നിങ്ങൾ അറ്റൻഡൻസിന്റെ ആ സിപ്പ് ഫയൽ ചൂസ് ചെയ്യാം. ഇത് ഇങ്ങനെ ഒരു സിപ്പ് ഫയൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. മൂഡ് അണ്ടർസ്കോർ അറ്റൻഡൻസ് അണ്ടർസ്കോർ മൂഡിൽ 311._2002 അങ്ങനെ. ഓക്കെ, അങ്ങനെ വരുന്ന ഒരു പേരിലെ സിപ്പ് ഫയൽ ആണ് നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോൾ സിപ്പ് ഫയൽ ആയിരിക്കും, ആ പേരായിരിക്കും ഇവിടെ കാണുന്നത്, ചൂസ് ഫയലിന്റെ അടുത്ത്. ഇത്രയും വരെ എല്ലാവരും ചെയ്തില്ലേ? ഓക്കെ, അപ്പൊ ഈ സിപ്പ് ഫയൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്ലോഡ് ദിസ് ഫയൽ, അപ്ലോഡ് ദിസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്ലോഡ് ദിസ് ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത്. ഇൻസ്റ്റാൾ പ്ലഗിൻ ഫ്രം ദ സിപ്പ് ഫയൽ, ഇൻസ്റ്റാൾ പ്ലഗിൻ ഫ്രം ദ സിപ്പ് ഫയൽ. അപ്പോൾ ജസ്റ്റ് ആ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തു, നെക്സ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതൊരു സീക്വൻഷ്യൽ പ്രോസസ് ആണ്. നിങ്ങൾ ആ കാണുമ്പോൾ അതിനനുസരിച്ച് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കണ്ടിന്യൂ തന്നെ വീണ്ടും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അപ്ഗ്രേഡ് മൂഡിൽ ഡേറ്റാബേസ് നൗ, അപ്ഗ്രേഡ് മൂഡിൽ ഡേറ്റാബേസ് നൗ. അപ്ഗ്രേഡ് മൂഡിൽ ഡേറ്റാബേസ് നൗ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇത് കുറച്ച് ടൈം എടുക്കും. നിങ്ങളുടെ മൂഡിൽ ആ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തുക. ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, സമയം എടുക്കും. അപ്പൊ വെയിറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഈ പേജ് കിട്ടിയോ? അപ്പൊ ഇത് കിട്ടിയവര്, ഓക്കെ, ഈ പേജ് കിട്ടിയവര് താഴേക്ക് വന്നിട്ട് ഈ അപ്ഗ്രേഡ് മൂഡിൽ ഡേറ്റാബേസ് നൗ ക്ലിക്ക് ചെയ്യുക. അപ്ഗ്രേഡ് മൂഡിൽ ഡേറ്റാബേസ് നൗ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ വരും, സക്സസ് കണ്ടിന്യൂ. ഇത് വരുമ്പോ ഈ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇത്
ഇവിടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അറ്റൻഡൻസിന്റെ ഡിഫോൾട്ട് സെറ്റിംഗ്സ് ആണ്. ഓക്കെ, നമ്മൾ ഒരു അറ്റൻഡൻസ് എപ്പോ നമ്മൾ ഈ കോഴ്സ് പേജിൽ ഒരു അറ്റൻഡൻസ് ആക്ടിവിറ്റി ആഡ് ചെയ്താലും അവിടെ ഡിഫോൾട്ട് വേണ്ടുന്ന സെറ്റിംഗ്സ് ആണ് ഇതിൽ. ഓക്കെ, ഇത് ഇവിടെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഹോം പേജിൽ പോയിട്ട് സെറ്റിംഗ്സ് എടുത്ത് വെച്ച് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിസൾട്ട്സ് പെർ പേജ്. നമുക്ക് അറ്റൻഡൻസ് റിപ്പോർട്ട് ഒക്കെ കാണുമ്പോൾ ഒരു പേജിൽ എത്ര പേരുടെ അറ്റൻഡൻസ് വെച്ച് കാണണം. ഇപ്പൊ 25, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ അതാണ് ഫസ്റ്റ് വൺ. പിന്നെ അലൗ സ്റ്റുഡൻസ് ടു റെക്കോർഡ് ഓൺ അറ്റൻഡൻസ്. അത് നിങ്ങൾ ആസ് ടീച്ചേഴ്സ് ആലോചിച്ചിട്ട് അവർക്ക് സ്വന്തമായിട്ട് കൊടുക്കാൻ ഓപ്ഷൻ വേണമെങ്കിൽ അത് ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് അൺടിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് അങ്ങനെ സ്റ്റുഡൻസ് ആയിട്ട് അറ്റൻഡൻസ് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ അത് അൺടിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഈ ടിക്ക് റീറ്റെയിൻ ചെയ്യാം. ഈ QR കോഡൊക്കെ അത് അഡ്വാൻസ് സെറ്റിംഗ്സ് ആണ്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇനി സെഷൻ ടൈമിന് ഇടയിൽ അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യാൻ, അല്ല സ്റ്റുഡൻസിന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ ഈ യെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 10:30 to 11:30 ആണ് നമ്മുടെ സെഷൻ ടൈം എങ്കിൽ ആ 10:30, 11:30 ടൈമിൽ സ്റ്റുഡൻസിന് അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ ഇത് ടിക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അൺടിക്ക് ചെയ്യുക. ഇനി സെഷൻ എൻഡ്, ഇതെന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ സെഷൻ എൻഡ് ടൈം സ്റ്റാർട്ടിംഗ് നിന്ന് ഡിഫോൾട്ട് എൻഡ് ടൈം എത്ര കഴിഞ്ഞിട്ടായിരിക്കും. 1 hour ആണ് ഡിഫോൾട്ട് എൻഡ് ടൈം. ഓക്കെ, നമ്മൾ 9:30 കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെഷൻ സ്റ്റാർട്ട് ടൈം 9:30 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെഷന്റെ എൻഡ് ടൈം 1 hour കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ നമ്മുടെ കോളേജിലേക്ക് ഇപ്പൊ 15 minutes ആണ് ഒരു സെഷൻ എങ്കിൽ നിങ്ങൾക്ക് ഇത് മാറ്റി കൊടുക്കാം. നമ്മുടെ ഓരോ സെഷന്റെ ഡ്യൂറേഷൻ ബേസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യേണ്ടതാണ് ഇത്. പിന്നെ അറ്റൻഡൻസിന്റെ ഡിഫോൾട്ട് വ്യൂ എങ്ങനെ വേണം, വീക്ക്ലി ആയിട്ട് കിടക്കണോ, ഡെയിലി ബേസിസിൽ കിടക്കണോ, അങ്ങനെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓൾ പാസ്റ്റ് കാണാം, അല്ലെങ്കിൽ ഫുൾ അറ്റൻഡൻസ് കാണാം. ഇങ്ങനെ ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ളത്. അപ്പം ഇതിൽ ഡിഫോൾട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് വീക്ക്ലി ആണ്. ഓരോ വീക്കിലെ സെഷൻസിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് കാണുന്നത്. പിന്നെ നമ്മളിപ്പോ ഒരു സെഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ഒരു കാലണ്ടർ ഇവന്റും കൂടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലാസ്സസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യില്ലേ, അപ്പൊ അങ്ങനെ ഗൂഗിൾ കാലണ്ടറിൽ നമുക്ക് ഇപ്പോൾ ഒരു സെഷന്റെ ആ ടൈമിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കാലണ്ടർ ഇവന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആണ് ഈ യെസ് കൊടുക്കുന്നത്, ക്രിയേറ്റ് കാലണ്ടർ ഇവന്റ്സ്. നമുക്ക് മെയിൻ ആയിട്ട് ആദ്യത്തെ കാര്യങ്ങളൊക്കെ മതി. പിന്നെ നിങ്ങൾക്ക് ഇനി കുറെ കൂടെ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ അറ്റൻഡൻസ് മോണിറ്റർ ചെയ്യണമെങ്കിൽ അവർ സ്ഥിരം മാർക്ക് ചെയ്യുന്ന അവരുടെ IP അഡ്രസ് ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാം. അവർ സ്ഥിരം അവർ തന്നെയാണോ മാർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ IP അഡ്രസ്സിന്റെ കേസൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത്രയൊന്നും നമുക്കിപ്പോ വേണ്ട. പിന്നെ ഇത് വോൺ ഇഫ് പെർസെന്റേജ് ഫോൾസ് അണ്ടർ. ഇപ്പൊ നമ്മളുടെ കേസിൽ നമ്മളുടെ പെർസെന്റേജ് ലിമിറ്റ് എത്രയാ, 75% അല്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 75 എന്ന് കൊടുക്കാം. അപ്പൊ 75 ബിലോ അവരുടെ അറ്റൻഡൻസ് പോവുകയാണെങ്കിൽ സ്റ്റുഡൻസിന് ഒരു വാർണിംഗ് മെസ്സേജ് ചെല്ലും, നിങ്ങളുടെ അറ്റൻഡൻസ് പെർസെന്റേജ് 75 ബിലോ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമ്മളുടെ മിനിമം അറ്റൻഡൻസ് പെർസെന്റേജിന്റെ ബേസിൽ വേണം ഇവിടെ സെറ്റ് ചെയ്യാൻ. ഇത് അറ്റൻഡൻസ് വാർണിംഗ് പോകുമ്പോൾ കൊടുക്കേണ്ട കണ്ടന്റ് ആണ്, ഇമെയിൽ കണ്ടന്റ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് കോൺഫിഗർ ചെയ്യാം, കണ്ടന്റ് മോഡിഫൈ ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയാണ് ഡിഫോൾട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ചെയ്തിട്ട് സേവ് ചേഞ്ചസ് കൊടുക്കാം.
ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി നിങ്ങളെ സൈറ്റ് ഹോം എടുക്കുക. ഡാഷ്ബോർഡിൽ നിന്ന് സൈറ്റ് ഹോം, ഡാഷ്ബോർഡില് സൈറ്റ് ഹോം എടുക്കുക. സൈറ്റ് ഹോമിൽ നിങ്ങളുടെ കോഴ്സ് എടുക്കുക. ഓക്കെ, കോഴ്സ് എടുക്കുമ്പോൾ അവിടെ എഡിറ്റിംഗ് ഓഫ് ആണെങ്കിൽ എഡിറ്റിംഗ് ആദ്യം ഓൺ ചെയ്യണേ. ടേൺ എഡിറ്റിംഗ് ഓൺ. കോഴ്സ് പേജിന്റെ അകത്ത് ഫസ്റ്റ് എഡിറ്റിംഗ് ഓൺ ചെയ്യുക. ടേൺ എഡിറ്റിംഗ് ഓൺ ചെയ്തിട്ട്, നമ്മൾ നോർമലി അറ്റൻഡൻസ് ഇടുന്നത് ഒരു മോഡ്യൂൾ വൈസ് ഒന്നും അല്ല. മോഡ്യൂൾ വൈസ് ആയിരിക്കത്തില്ലല്ലോ, നമ്മൾ കോമൺ ആയിട്ടായിരിക്കും ഒരു അറ്റൻഡൻസ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് എപ്പോഴും ഈ ടോപ്പിക് 1, ടോപ്പിക് 2 അതൊക്കെയല്ലേ നമ്മുടെ ഈ ബയോ എനർജറ്റിക്സ് ഒക്കെ, അങ്ങോട്ട് പോവാതെ ജനറൽ ആയിട്ട് ഈ അനൗൺസ്മെന്റ്സ് ഒക്കെ കിടക്കുന്ന സ്ഥലം കണ്ടോ, അനൗൺസ്മെന്റ്സ്, അതിന്റെ താഴെ ഒരു ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് ഉണ്ട്. ഓക്കെ, അനൗൺസ്മെന്റ്സ് എന്ന് പറയുന്നതിന്റെ താഴെ ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് കണ്ടോ? ഹോം കോഴ്സ് പേജിന്റെ അകത്ത് ടേൺ എഡിറ്റിംഗ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ അനൗൺസ്മെന്റ്സ് കാണും. അതിന് താഴെ ഇവിടെയായിട്ട് ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് ക്ലിക്ക് ചെയ്യുക. അവിടെ അറ്റൻഡൻസ് കണ്ടോ? എല്ലാവർക്കും അറ്റൻഡൻസ് കിട്ടിയോ അതിൻ്റെ അകത്ത്? അപ്പൊ അറ്റൻഡൻസ് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ അകത്ത് നിന്ന് അറ്റൻഡൻസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെയിം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേര് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങളുടെ കോഴ്സ് പേരും കൂടെ കൊടുത്തിട്ട് ഹൈഫൻ അറ്റൻഡൻസ് എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ സ്റ്റുഡൻസിന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഗ്രേഡ് കണ്ടോ? ഗ്രേഡിന്റെ അകത്ത് ഗ്രേഡ് കാറ്റഗറി എന്ന് പറഞ്ഞൊരു കേസ് കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെയും അറ്റൻഡൻസിന് നമ്മൾ മാർക്ക് കൊടുക്കുവാണെങ്കിൽ, ഓക്കെ, കൊടുക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ പോയിന്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇപ്പൊ നമ്മുടെ ഇന്റേണൽസിൽ നമ്മൾ ഈ അറ്റൻഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഗ്രേഡ് ടൈപ്പിൽ നൺ കൊടുക്കുക. നമുക്ക് 3 ഓപ്ഷൻ ആണ് ഗ്രേഡ് ടൈപ്പിലുള്ളത്. നൺ, സ്കെയിൽ, പോയിന്റ്. അപ്പൊ നമ്മളുടെ ഫൈനൽ ഗ്രേഡിങ്ങിൽ നമ്മുടെ അറ്റൻഡൻസ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ മാത്രം ഇതിന്റെ അകത്ത് നമ്മൾ അത് സെലക്ട് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അറ്റൻഡൻസ് മാർക്കിംഗ് മാത്രം, ബട്ട് അറ്റൻഡൻസിന്റെ ബേസിൽ ഗ്രേഡോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അപ്പൊ നമുക്കിപ്പോ ജസ്റ്റ് പോയിന്റ് കൊടുക്കാം. ഗ്രേഡ് ചെയ്യുന്നു എന്നുള്ള അസംഷനിൽ ചെയ്യാം. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് അറ്റൻഡൻസിന് നമ്മൾ മാക്സിമം എത്ര മാർക്സ് ആയിരിക്കും എടുക്കുന്നത്? 5. അപ്പോൾ അത് ഇവിടെ കൊടുക്കുക, 5. ഇനി ഗ്രേഡ് കാറ്റഗറി സാറ് അന്ന് പഠിപ്പിച്ചു കാണുമല്ലോ. അപ്പൊ അതുപോലെ നമ്മൾ അറ്റൻഡൻസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അൺകാറ്റഗറൈസ്ഡ് ഓപ്ഷൻ മാത്രമായിരിക്കും അവൈലബിൾ. പിന്നെ അറ്റൻഡൻസിൽ ഗ്രേഡ് പാസ് കൊടുക്കാം. മീൻസ് എത്ര നമുക്ക് ഇതിൻ്റെ അകത്ത് മിനിമം വേണം. നമുക്കിപ്പോ 3 or 4 കാരണം 75% എന്നുള്ള അസംഷനിൽ നമുക്ക് 3, 3 or 4 കൊടുക്കാം. ഇനി റെസ്ട്രിക്റ്റ് ആക്സസ് എന്ന്
ഇപ്പൊ എന്ത് റിസോഴ്സ് ആണെങ്കിലും ആക്ടിവിറ്റി ആണെങ്കിലും നമ്മൾ കോഴ്സ് പേജിന്റെ അകത്ത് ആഡ് ചെയ്യുമ്പോൾ അവരിത് ആക്സസ് ചെയ്യാൻ അതിന് മുന്നേ എന്തെങ്കിലും പ്രീ അപ്പൊ ഈ ആഡ് റെസ്ട്രിക്ഷന്റെ അകത്ത് നമുക്ക് കുറെ കേസുകൾ വരും. എന്തിന്റെ ബേസിലാണ് നമുക്ക് റെസ്ട്രിക്ഷൻ ചെക്ക് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഒന്നെങ്കിൽ നമുക്കത് ഡേറ്റ് ആവാം, എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ആൻഡ് ടൈം ആവുമ്പോൾ മാത്രം ഇത് ഓപ്പൺ ആയാൽ മതിയെങ്കിൽ നമുക്ക് ഡേറ്റ് ചൂസ് ചെയ്യാം. അപ്പൊ ഡേറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, സ്റ്റുഡന്റ് മസ്റ്റ് ഫ്രം. ഓക്കെ, ഡേറ്റ് ഫ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ അകത്ത് കൊടുക്കുന്ന ആ ഡേറ്റ് അവിടെ തൊട്ട് മാത്രമേ ഇത് നമ്മുടെ കോഴ്സ് പേജിൽ സ്റ്റുഡൻസിന് ആക്സസ് ചെയ്യാൻ പറ്റൂ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റഡ് എന്നുള്ള അസംഷൻ ആണ്.
അപ്പൊ അത് വരണമെങ്കിൽ ഈ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. സ്റ്റുഡൻസ് ക്യാൻ മാനുവലി മാർക്ക് ദ ആക്ടിവിറ്റി ആസ് കംപ്ലീറ്റഡ്. അങ്ങനെയാണെങ്കിൽ സ്റ്റുഡൻസിന് തന്നെ അവിടെ പോയി മാർക്ക് ആസ് ഡൺ എന്ന് കൊടുക്കാം. ഇനി ഷോ ആക്ടിവിറ്റി ആസ് കംപ്ലീറ്റ് വെൻ കണ്ടീഷൻസ് ആർ മെറ്റ്. അതാണ് ആസ് ടീച്ചേഴ്സ് നമുക്ക് കുറച്ചും കൂടി നല്ലത്. അവർക്ക് അങ്ങനെ ഒരു മാർക്ക് ആസ് ഡൺ ഓപ്ഷൻ കൊടുക്കാതെ നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്താൽ മാത്രം ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. ഓക്കെ, അപ്പൊ ആ ഷോ ആക്ടിവിറ്റി ആസ് കംപ്ലീറ്റ് വെൻ കണ്ടീഷൻസ് ആർ മെറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പൊ ഓരോന്നിലും ഇപ്പൊ അറ്റൻഡൻസ് ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും മീൻസ് ഈ ഒരു ഇത് മാത്രം കിടക്കുന്നത്. ഇപ്പൊ അസൈൻമെന്റ് ഒക്കെ ആണെങ്കിൽ ഇവിടെ കുറെ കൂടി ഓപ്ഷൻസ് കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോ ആക്ടിവിറ്റി ആസ് കംപ്ലീറ്റ്, അതിൻ്റെ അകത്ത് കാണിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് വെൻ ദ അസൈൻമെന്റ് സബ്മിറ്റഡ്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് എടുക്കത്തുള്ളൂ. അപ്പൊ അത് ഓരോ റിസോഴ്സും ആക്ടിവിറ്റിയുടെ ബേസിൽ നമുക്ക് ഇവിടെ വരുന്ന ഈ ഓപ്ഷൻസ് മാറും, കണ്ടീഷൻസ് മാറും. ഓക്കെ, അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ മാനുവലി മാർക്ക് ആക്ടിവിറ്റി കൊടുക്കാം. ഇത്രയാണ് ഡിഫോൾട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സെഷൻസ് ആഡ് ചെയ്യാനുള്ളത് കൊണ്ട് ഈ സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സിന് പകരം നമുക്ക് സേവ് ആൻഡ് ഡിസ്പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സേവ് ആൻഡ് ഡിസ്പ്ലേ. സേവ് ആൻഡ് ഡിസ്പ്ലേയില് നിങ്ങൾക്ക് ആദ്യമേ നിങ്ങൾക്ക് ഏത് ഡേറ്റ് തൊട്ടാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് ഓൾ ഓപ്ഷൻ കൊടുക്കാം. നമ്മളൊരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോഴ്സിന്റെ അകത്ത് ഒരു സ്റ്റാർട്ട് ടൈം എൻഡ് ടൈം കൊടുത്തിട്ടില്ലേ? നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്ത സമയം നിങ്ങൾ അതിനൊരു കോഴ്സ് സ്റ്റാർട്ടിംഗ് ഡേറ്റും ഒരു കോഴ്സ് എൻഡ് ഡേറ്റും കൊടുത്തതാണ്. അപ്പൊ ആ ഡേറ്റിനുള്ളിലുള്ള ഡേറ്റ്സ് മാത്രമേ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഒരിക്കലും ആ കോഴ്സ് സ്റ്റാർട്ട് ഡേറ്റിന് മുൻപേ ഉള്ളതോ കോഴ്സ് എൻഡ് ഡേറ്റ് കഴിഞ്ഞുള്ള ഡേറ്റോ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇപ്പോൾ എക്സ്ട്രാ ക്ലാസ്സോ കാര്യങ്ങളോ ഒക്കെ വെക്കുമ്പോൾ നമ്മുടെ മാക്സിമം ഡ്യൂറേഷൻ ഇട്ട് വേണം കോഴ്സിന്റെ എൻഡ് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെഷൻ മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ പോയി ഈ നെക്സ്റ്റ് ചെയ്യേണ്ടത് ആഡ് സെഷൻ എന്ന് പറഞ്ഞ ടാബ് കണ്ടോ? ആഡ് സെഷൻ. നെക്സ്റ്റ് വൺ ആഡ് സെഷൻ. ആഡ് സെഷനിൽ പോയിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഏത് ദിവസമാണോ ആ ഡേറ്റ് സെലക്ട് ചെയ്യുക. ഇപ്പൊ 20th സെപ്റ്റംബറിനാണ് നിങ്ങളുടെ ക്ലാസ് എങ്കിൽ 20th സെപ്റ്റംബർ ആണ് ഡിഫോൾട്ട് സെലക്ടഡ് വരുന്നത്. അതിൽ ഫ്രം ടൈം കൊടുക്കുക. സെഷന്റെ അകത്ത് ഫ്രം ടൈം സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് 11:30 എടുക്കാം. ഓക്കെ, 11:30 ആണ് നമ്മുടെ സെഷന്റെ സ്റ്റാർട്ട് ടൈം. അപ്പൊ 11:30 ടു നമ്മൾ നേരത്തെ ഡിഫോൾട്ട് ആയിട്ട് ക്രിയേറ്റ് കാലണ്ടർ ഇവന്റ് സ്റ്റിക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് അത് അങ്ങനെ തന്നെയായിരിക്കും ഇവിടെ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഡിസ്ക്രിപ്ഷന്റെ അകത്ത് ഈ സെഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാട്ടോ. ഒരു സെഷൻ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇതിന്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുക്കാം. ഇനി സപ്പോസ് എനിക്ക് എല്ലാ ദിവസവും ഒരേ സമയമാണ് എന്റെ സെഷൻ എങ്കിലും, അപ്പൊ എനിക്കൊരു വീക്കില് എല്ലാ ദിവസവും എനിക്ക് 11:30 12:30 ആണ് ഈ സബ്ജക്ട് വരുന്നതെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ സെഷൻസ് കണ്ടോ? മൾട്ടിപ്പിൾ സെഷൻസ് കണ്ടോ? മൾട്ടിപ്പിൾ സെഷൻസിന്റെ അകത്ത് റിപ്പീറ്റ് ദ സെഷൻ അബവ് അത് ടിക്ക് ചെയ്യാം. ഓക്കെ, റിപ്പീറ്റ് ദ സെഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഈ 11:30 12:30 എന്ന് പറയുന്നത് വീക്ക്ലി ഏതൊക്കെ ദിവസങ്ങളിൽ വരണോ അത് ടിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം നമ്മളിന്ന് മൺഡേ ആണ്, നമുക്കിപ്പോ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ എല്ലാം 11:30 12:30 ആണെങ്കിൽ ഈ എല്ലാ ദിവസവും കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ കോഴ്സിന് മൺഡേ മാത്രമേ 11:30 12:30 സമയമുള്ളൂ. ഓക്കെ, മൺഡേ മാത്രമാണ്
അപ്പൊ അതിന്റെ അകത്ത് നിങ്ങൾക്ക് എല്ലാ ദിവസവും മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആണെങ്കിൽ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതല്ല ഇപ്പൊ മൺഡേ മാത്രം നിങ്ങൾക്ക് 11:30, 12:30, പിന്നെ അടുത്ത മൺഡേ വന്നാൽ മതിയെങ്കിൽ ഇവിടെ കൊടുക്കേണ്ടത് റിപ്പീറ്റ് എവറി 1 വീക്ക്. എന്നിട്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് എന്ന് വരെ പോകണോ, നിങ്ങളുടെ കോഴ്സ് എൻഡ് ഡേറ്റ് കൊടുക്കുക ഇവിടെ. എന്ന് വരെയാണോ നിങ്ങൾക്ക് ഈ റെപ്പറ്റീഷൻ നടക്കേണ്ടത് അതിന്റെ അപ്പൊ എൻഡിങ് കൊടുക്കുക. അപ്പൊ എനിക്കത് 30th വരെ മതി. ഓക്കെ, 20th തൊട്ട് 30th വരെയാണ് എനിക്ക്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആണ് വരേണ്ടത്. ഇങ്ങനെ ചെയ്തു. ഇത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ മാത്രം മതി കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഓരോ സെഷൻ ക്രിയേറ്റ് ചെയ്യാം. പല പല സമയമാണെങ്കിൽ ഈ മൾട്ടിപ്പിൾ സെഷൻസിൽ ഇത് അൺടിക്ക് ചെയ്താൽ മതി. ഈ റിപ്പീറ്റ് ദ സെഷൻ അബവ് ആസ് ഫോളോസ് അൺടിക്ക് ചെയ്താൽ മതി. അൺടിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓരോ സമയം ക്ലാസ് എടുക്കുന്നതിന് തൊട്ട് മുന്നേ അതിന്റെ സെഷൻ ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഇതിപ്പോ നിങ്ങൾക്ക് ഫിക്സ്ഡ് ആയിട്ട് ഒരു ടൈം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് സ്റ്റുഡന്റ് റെക്കോർഡിംഗിൽ allow students to record own attendance. അത് വേണമെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം. allow students to record own attendance. അതിപ്പോ ടിക്ക് ചെയ്തേ. പിന്നെ ഇപ്പൊ അവിടെ തന്നെ ഇപ്പൊ നമുക്ക് നമ്മളുടെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് നമ്മളിപ്പോ ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അല്ലാതെ ഒരാൾ കയറി അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ട, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പാസ്വേഡ് എൻട്രി ചെയ്യണമെന്ന് കൊടുക്കാം. ഇനി ഇത് ആഡ് കൊടുക്കാം. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, നമ്മൾ മൾട്ടിപ്പിൾ സെഷൻസ് കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് മൺഡേ 20th സെപ്റ്റംബർ തൊട്ട് സാറ്റർഡേ, സൺഡേ അവോയ്ഡ് ചെയ്ത് ബാക്കി എല്ലാ ദിവസത്തെയും 11:30 to 12:30 ബേസിൽ ഓരോ സെഷൻസ് ക്രിയേറ്റ് ആയി വരും. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്.